USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റൊരു USS ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ഇന്നു മുതൽ നാം USSൻ്റെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പർ പരിചയപ്പെടാൻ പോവുകയാണ്. USS 2015 മുതലാണ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് ചോദ്യപേപ്പർ മാറിയിട്ടുള്ളത്. 2015 മുമ്പുള്ള ഉറുദു പേപ്പർ ഒരു ഗണ്ണിക തന്നിട്ട് ആ ഗണ്ണിക വായിച്ച് അതുമായി ബന്ധപ്പെട്ട 5-6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു പരീക്ഷയായിരുന്നു USSനുണ്ടായിരുന്നത്. എന്നാൽ 2015 മുതൽ ഈ കഴിഞ്ഞ 2020 ഫെബ്രുവരിയിൽ നടന്ന USS വരെയുള്ള പരീക്ഷകൾക്ക് 15 ചോദ്യമാണ് ഉറുദുവിന് ഉണ്ടാവുക. നമുക്കറിയാം, ABCD എന്നീ 4 കോഡുകൾ ഓരോ കുട്ടികൾക്കും നൽകും. അതോടൊപ്പം ഓരോരുത്തർക്കുമുള്ള റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റോൾ നമ്പർ എഴുതണം. അതുപോലെ പരീക്ഷാർത്ഥിയുടെ ഒപ്പ്, അഥവാ നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ ഒപ്പ്, അതുപോലെ പരീക്ഷയ്ക്ക് വരുന്ന അധ്യാപകൻ്റെ ഒപ്പ്, ഇവ രേഖപ്പെടുത്താനുള്ളത് ഈ ചോദ്യപേപ്പറിലുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തുള്ളത് ഇതേത് വിഷയമാണ്, ഇതിൻ്റെ കോഡ് ഏതാണ്, പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ. നമ്മൾ ഒന്നാമത്തെ USSൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാർട്ടിലെ വിഷയങ്ങൾ ഏതൊക്കെയാണ്, രണ്ടാമത്തെ പാർട്ടിലെ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യങ്ങൾ, അതേ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഏറ്റവും ബാക്ക് സൈഡിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതണം. എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത്, OMR ഷീറ്റിലാണ് പരീക്ഷ എഴുതേണ്ടത്. OMR ഷീറ്റ് എല്ലാവരും OMR ഷീറ്റിൽ ബബിൾ ചെയ്തുകൊണ്ട് പരിശീലിക്കണം. ബബിൾ ചെയ്യേണ്ടതിൻ്റെ ശരിയായ രൂപം എങ്ങനെയാണ്, ഏത് പേന കൊണ്ടാണ് എഴുതേണ്ടത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് 2015, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015 ഇന്ന് കാണുന്ന USSൻ്റെ രീതിയിലേക്ക് ചോദ്യ പാറ്റേൺ മാറിയിട്ടുള്ളത്. 2021 നമ്മളൊന്നും സ്കൂളിൽ പോവാത്ത സമയമാണ്. 2021 ഡയറക്റ്റ് നമ്മൾ ആരും സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഏത് രീതിയിലൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് വൈകാതെ നമുക്കറിയാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. USS പരീക്ഷയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നത്. നിലവിൽ അവലംബിക്കുന്ന രീതി ഇത് തന്നെയാണ്. ഇതിൽ 15 ചോദ്യങ്ങളാണുള്ളത്. 15 ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. ABCD എന്നീ 4 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഓപ്ഷനിൽ ശരിയായതിന് ബബിൾ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഒടുവിൽ അവസാനത്തെ പേജ് റഫ് വർക്കിന് വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. റഫ് വർക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ ഭാഷയ്ക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യേണ്ടതില്ല. അതേസമയം ഗണിതം പോലെയുള്ള വിഷയങ്ങൾക്ക് നമുക്കൊരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും. ആ വർക്ക് ചെയ്യാൻ ഒരു റഫ് പേജ് ഇവിടെ ഉണ്ടാവും. ആ പേജിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പേജിൻ്റെ പുറത്ത് സൈഡിൽ ഒന്നും എഴുതാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ 2015 വന്ന 15 ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 2015 ഫെബ്രുവരിയിലെ USS പരീക്ഷ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കോൻസാ ലഫ്സ് സഹീ ഹെ? നുക്സാൻ, 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 നുക്സ്വാൻ. ഇതിലെ ഏതു പദമാണ് ശരി എന്നതാണ്. 3 പദങ്ങളിൽ തെറ്റുണ്ട്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി 3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഇതിൽ ശരിയായി നിൽക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ A, നുക്സാൻ എന്നതാണ്. നുക്സാൻ എന്നതിൻ്റെ അർത്ഥം നഷ്ടം എന്നതാണ്. നഷ്ടം, നഷ്ടപ്പെടുക, നഷ്ടമാവുക എന്നുള്ളതൊക്കെയാണ് നുക്സാൻ എന്നതിൻ്റെ അർത്ഥം. അത് ഓപ്ഷൻ A ആണ് ശരിയായ രീതിയിൽ ഉള്ളത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തവണ ആവർത്തിക്കുന്ന ചോദ്യത്തിലുള്ള ഒരു പദമാണ് സഹീഹെ. സഹീഹെ, കോൻസാ ലഫ്സ് സഹീഹെ
ഏത് പദമാണ് ശരിയായിട്ടുള്ളത്, ഏത് ജോഡിയാണ് ശരിയായിട്ടുള്ളത്. അവിടെയൊക്കെ സഹി എന്ന പദം പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നാ മുനാസിബ് ലഫ്സ് കോൺസാ ഹെ. ഇതും നിങ്ങളുടെ മെമ്മറിയിൽ നല്ലവണ്ണം ഉണ്ടാവേണ്ട ഒരു ചോദ്യമാണ്. നാ മുനാസിബ് ലഫ്സ് കോൺസാ ഹെ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. നാ മുനാസിബ് ലഫ്സ് കോൺസാ ഹെ എന്നുള്ളതിൻ്റെ അർത്ഥം യോജിക്കാത്തത് ഏതാണ് എന്നതാണ്, അഥവാ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഓപ്ഷന് 4 നല്ലവണ്ണം വായിക്കാം. ആ 4 ഓപ്ഷനിൽ 3 ഓപ്ഷനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ സാമ്യമുള്ളതായിരിക്കും, ഒരുപോലെയുള്ളതായിരിക്കും. 1 കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ടായിരിക്കും. അതാണ് ഇതിലെ ശരിയായ ഉത്തരം. ഇവിടെ നോക്കൂ, ബച്പൻ, അഥേഡ്പൻ, ചപ്പൻ, ലഡ്കപ്പൻ എന്നതൊക്കെയാണ്. ബച്പൻ, അഥേഡ്പൻ, ലഡ്കപ്പൻ ഓപ്ഷൻ എ, ബി, ഡി എന്നിവ മനുഷ്യജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളെ പ്രതിപാദിക്കുന്നവയാണ്. ബച്പൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കുട്ടിക്കാലം അഥവാ ശൈശവം എന്നതാണ് അതിൻ്റെ അർത്ഥം. അഥേഡ്പൻ എന്ന് പറഞ്ഞാൽ മധ്യവയസ്കൻ. ലഡ്കപ്പൻ എന്ന് പറഞ്ഞാൽ ബാല്യകാലം. ലഡ്ക എന്ന് പറഞ്ഞാൽ എന്താ, ആൺകുട്ടി എന്നാണ്. ലഡ്കി പറഞ്ഞാൽ പെൺകുട്ടിയാണ്. ആ ആൺകുട്ടിയായി നിൽക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയായി നിൽക്കുന്ന ആ കാലത്തിനാണ് ലഡ്കപ്പൻ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് അവസാനം നൂന് വരുന്ന ഒരു പദം തന്നെയാണ് ചപ്പൻ, അല്ലേ? ചപ്പൻ. ചപ്പൻ എന്നതിൻ്റെ അർത്ഥം 56, 56, 56. അതൊരു സംഖ്യയാണ്. മറ്റുള്ളവ മുഴുവൻ മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളെ പ്രതിപാദിക്കുന്നവയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. തീസര സവാൽ, മൂന്നാമത്തെ ചോദ്യം. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാര, ഹം ബുൽബുലേ ഹെ ഇസ്കി യേ ഗുൽസിതാ ഹമാര, യേ കിസ്കാ ലിഖാ ഹുവാ ഷേർ ഹെ. നല്ല സിമ്പിളായ ചോദ്യമാണ്, കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. സാരേ ജഹാ സെ അച്ഛാ എന്ന ഈ പാട്ട് ആര് എഴുതിയതാണ്? ഇത് ആര് എഴുതിയ ഷേറാണ്, വരികളാണ്? മുഹമ്മദ് കലീം സിയ, അല്ലാമ ഇഖ്ബാൽ, ജഗന്നാഥ് ആസാദ്, തിലോക് ചന്ദ് മെഹ്റൂം. ഇവിടെ ശരിയായ ഉത്തരം എല്ലാവർക്കും അറിയാം. സാരേ ജഹാൻ സെ അച്ഛാ എന്നത് ഉറുദുവിലെ പ്രശസ്തമായ ഗീതമാണ്. ഇതെഴുതിയത് അല്ലാമ ഇഖ്ബാൽ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം നോക്കൂ. കോൻസാ ജുംല ഷഹർ സെ താല്ലുഖ് രഖ്താ ഹെ. ഏത് ജുംലയാണ്, ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, ഏത് സെൻറ്റൻസ് ആണ് ഷഹർ പട്ടണം, സെ താല്ലുഖ് രഖ്താ ഹെ ബന്ധപ്പെട്ടിരിക്കുന്നത്? അഥവാ ഇതിലെ 3 ഷഹറുമായി ബന്ധപ്പെട്ടത് അല്ല എന്നതാണ്, എന്നാൽ 1 ഷഹറുമായി ബന്ധപ്പെട്ടതാണ്. അത് ഏതാണ് എന്നതാണ്. ഏതൊക്കെയാണ് സെൻറ്റൻസ് നോക്കൂ. ഹരേ ഭരേ ഖേത്ത് ഹേ, പച്ച നിറഞ്ഞ വയലുകളുണ്ട്. പച്ച നിറഞ്ഞ വയൽ നമ്മൾ പട്ടണത്തിൽ കാണൂല, ഷഹറിൽ കാണൂല. സാഫ് സത്രി നദിയാ ഹേ എന്ന് പറഞ്ഞാൽ സാഫ് സുത്തരി നദിയാ ഹേ, നല്ല വൃത്തിയുള്ള നദികളുണ്ട്, പുഴകളുണ്ട്. ഇത് ഷഹറിൽ ഉണ്ടാവില്ല. ഠണ്ഡി ഹവായേ ചൽത്തി ഹേ, നല്ല തണുത്ത കാറ്റ് വീശും. അതും ഷഹറുമായി ബന്ധപ്പെട്ടതല്ല. ബഡി ബഡി ഇമാരത്തേം ഔർ ദുഖാനേ ഹൈ, വലിയ വലിയ ബിൽഡിങ്ങുകളും കടകളും ഉണ്ട്. ഇതാണ് ഷഹറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഷഹറുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്. മറ്റു 3 ഗാവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൂടി ഓർക്കുക, മറ്റു 3 ഗാവുമായി ബന്ധപ്പെട്ട. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. കൗമി ജണ്ടേക്കെ നീച്ചേക്കാ രംഗ് കോൻസാ ഹെ. കൗമി ജണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശീയ പതാകയാണ്. ദേശീയ പതാകയിൽ 3 നിറങ്ങളാണ് ഉള്ളത്. 3 രംഗ്, 3 നിറങ്ങളാണ്. ഈ 3 നിറങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ആ നിറങ്ങൾ ഊപ്പറിലേതാണ്, നടുവിലേതാണ്, താഴേതാണ് എന്ന് പഠിച്ചു വെക്കണം. ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇവിടെ നീച്ചേക്ക റംഗ് എന്നതാണ് ചോദിക്കുന്നത്. നീച്ച എന്ന് പറഞ്ഞാൽ താഴെ, ബീച്ച് മേ എന്ന് പറഞ്ഞാൽ നടുവിൽ, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ. നീച്ചെ താഴെയുള്ള നിറം സഫേദ്, വെള്ള അല്ല, ജാഫറാനി അല്ല, നീലയല്ല, ഹരയാണ് ഉത്തരം. ദേശീയ പതാകയിലെ ഏറ്റവും താഴെയുള്ള നിറം ഓപ്ഷൻ ബി ഹര എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. സീഡി ബജാത്തി ജാത്തി ഹെ, ചുക് ചുക് കർത്തി ജാത്തി ഹെ,
धुआं उड़ाती फिरती है गाड़ी कितनी निराली है. अशार गौर से पढ़िए इनमें कौन सी गाड़ी का बयान है. സി ഡി ബജാന എന്ന് പറഞ്ഞാൽ വിസിലടിക്കുക, ചൂളം വിളിക്കുക. ചുക് ചുക് എന്ന് പറയുന്നത് ശബ്ദമാണ്. ധുവാം ഉഡാത്തി പുക, ധുവാം എന്ന് പറഞ്ഞാൽ പുക, പുക ഉയർത്തിയിട്ട്. ഗാഡി കിത്തിനി നിരാലി ഹെ പ്രിയപ്പെട്ട ഗാഡിയാണ്, ഇഷ്ടപ്പെട്ട ഗാഡിയാണ്. അപ്പോൾ വിസിലടിക്കുന്ന, ചുക് ചുക് ശബ്ദമുണ്ടാക്കുന്ന, അതുപോലെ പുക ഉയർത്തുന്ന ഗാഡി ഏതാണ് എന്നതാണ് ചോദ്യം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏത് ഗാഡിയാണെന്ന്. ഓപ്ഷൻ എ ബൈൽ ഗാഡി, ഓപ്ഷൻ ബി ഗോഡ ഗാഡി, ഓപ്ഷൻ സി റിക്ഷ ഗാഡി, ഓപ്ഷൻ ഡി റെയിൽ ഗാഡി. ബൈൽ എന്ന് പറഞ്ഞാൽ കാള, കാളവണ്ടി. ഗോഡ എന്ന് പറഞ്ഞാൽ കുതിര, കുതിരവണ്ടി. റിക്ഷ ഗാഡി എന്ന് പറഞ്ഞാൽ റിക്ഷ തന്നെ. അതുപോലെ റെയിൽ ഗാഡി എന്ന് പറഞ്ഞാൽ തീവണ്ടി അല്ലേ. തീവണ്ടിയാണ് ഇവിടെ ശരിയായ ഉത്തരം. എല്ലാവർക്കും അറിയാം അല്ലേ. സിമ്പിളാണ്. അപ്പോൾ ചോദ്യം നല്ലപോലെ ശ്രദ്ധിച്ചാൽ ഉത്തരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. ശ്രദ്ധയോടുകൂടി എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. കോൺസ ജുംല സഹി ഹെ. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു കോൺസ ജുംല സഹി ഹെ അല്ലെങ്കിൽ കോൺസ ലഫ്സ് സഹി ഹെ. അവിടെ ശരിയായത് ഏതാണ് എന്നതാണ് ചോദ്യം. മേരെ ബേटे का नाम जोसेफ है. जोसेफ मेरा बेटा का नाम है. मेरा बेटा का नाम जोसेफ है. जोसेफ मेरे बेटा का नाम है. നാലിലെയും ആശയങ്ങൾ ഒന്നാണ്. നാലിലെയും ആശയം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ പേര് ജോസഫ് എന്നാണ്. ജോസഫിൻ്റെ മോനാണ് അല്ലേ. നമ്മൾ ഒരു കാര്യം പറയുന്നത് തന്നെ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ പറയും. എന്നാൽ ഒരു ഭാഷയാകുമ്പോൾ ആ ഭാഷക്ക് ഒരു ശൈലി ഉണ്ടാവും. ആ ശൈലി പ്രകാരം ഇതിൽ ശരിയായ ഉത്തരം മേരെ ബേटे का नाम ജോസഫ് ഹെ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ. മേരെ ബേटे का नाम ജോസഫ് ഹെ എന്നതാണ് ഇതിൽ ശരിയായ പേര്. അക്ക വന്നതുകൊണ്ട് ബേട്ട എന്നതിൻ്റെ അവസാനം അലിഫാണ്. അവിടെ ബേട്ട എന്നത് ബേട്ടെ എന്നായി മാറും. ബേട്ടെ കാ നാം ജോസഫ് എന്നതാണ്. ഒരു സമീർ ഉണ്ടെങ്കിൽ ആ സമീറാണ് സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ വരിക എന്നുകൂടി ഓർക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഗ്രൂഹ് മേം ഏക്ക് നാമുനാസിബ് ലഫ്സ് ഹെ. അമ്രൂദ്, അങ്കൂർ, ആലു, അനനാസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നാമുനാസിബ് കൂട്ടത്തിൽപ്പെടാത്തത്. ഇവയിൽ 3 ഫൽ ആണ് അഥവാ പഴമാണ്. 1 പച്ചക്കറിയാണ്. അമ്രൂദ് പേരക്ക, അങ്കൂർ മുന്തിരി, അനന്നാസ് പൈനാപ്പിൾ. ആലു എന്നത് ഉരുളക്കിഴങ്ങ്. ഏക്ക് തർക്കാരി ഹെ ഇസ്ലിയെ യഹാം സഹി ജവാബ് ഓപ്ഷൻ സി ആലു എന്നതാണ് ശരിയായ ഉത്തരം. 9ാമത്തെ ചോദ്യം. പാനി ബറസ്നെ കി ആവാസ് ഹെ. റിംചിം റിംചിം, ഛം 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 ഛം, ചുക് 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 ചുക്, ഛൽ 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 ഛൽ. ഇവയിൽ പാനി ബറസ്നെ കി ആവാസ് മഴ വർഷിക്കുന്ന ശബ്ദം ഏത് എന്നതാണ്. നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമൊക്കെയായി പഠിച്ചതാണ്. ഓപ്ഷൻ എ റിംചിം റിംചിം എന്നതാണ് പാനി ബറസ്നെ കി ആവാസ്. 10ാമത്തെ ചോദ്യം. ബच्चे उन्हें चाचाजी पुकारते थे. हिंदुस्तान के पहले वज़ीर आज़म भी थे. ऑप्शंस अबुल कलाम आज़ाद, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, ഗാന്ധിജി. ഇവിടെ ചോദ്യത്തിൽ 2 ക്ലോസ് ആണ് നമുക്കുള്ളത്. 1 ചാച്ചാജി. ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? 2ാമത്തേത് ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീർ ആസം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് ശരിയായ ഉത്തരം. ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത് നെഹ്റുവിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കണം. പാവ് നഹി മേ ചൽത്തി ഹൂ, ജുബാൻ നഹി മേ ബോൽത്തി ഹും, മേ ബോലൂ തോ ബിസ്തർ ഛോടേ, ദേഖ് കെ മുझको काम पे दौड़े.
अशार पढ़कर पहेली पूछिए और सही जवाब चुन लीजिए. ऑप्शंस ഗഡി, ഘോടി, ലോമഡി, ഗാഡി. देखिए ഇവിടെ എന്താണ് 4 വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 4 വരികൾ വായിച്ചിട്ട് എന്താണ് ഈ പഹേലി എന്ന് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യമാണ്. എന്തൊക്കെയാണ് 4 വരി? ഒരിക്കൽ കൂടി നോക്കാം. പാവ് നഹി, എനിക്ക് കാലില്ല, പക്ഷേ മേ ചൽത്തി ഹും, എനിക്ക് നടക്കാം, ഞാൻ നടക്കുന്നു. സുബാൻ നഹി, എനിക്ക് നാവില്ല, പക്ഷേ മേ ബോൽത്തി ഹും, ഞാൻ സംസാരിക്കുന്നു. മേ ബോലൂ തോ ബിസ്തർ ഛോടേ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്തർ ഒഴിവാക്കണം, വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കണം, അഥവാ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് ദേഖ് കെ, എന്നെ നോക്കിയിട്ട്, ദേഖ് കെ മുജുക്കോ, എന്നെ നോക്കിയിട്ട്, കാം പേ ദൗഡേ, ജോലിക്കായി വേഗം ഓടിപ്പോകാം. ഇവിടെ ശരിയായ ഉത്തരം നമുക്ക് ഓപ്ഷന് നോക്കിയാൽ മനസ്സിലാകും. ഓപ്ഷൻ എ ഘടി ആണ് ശരിയായ ഉത്തരം, അഥവാ ഘടികാരം. ഘടികാരത്തിന് കാലില്ല, പക്ഷേ ഘടികാരത്തിൻ്റെ സൂചികൾ ചലിക്കും. സുബാൻ നഹീം, അല്ലേ, നാവില്ല, പക്ഷേ ടിക് 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 എന്ന ശബ്ദത്തിലത് എന്ത് ചെയ്യും? സംസാരിക്കും. അമേം പോലൂത്തോ, നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? പിന്നെ ഘടികാരം നോക്കിയിട്ട് സമയം എത്രയാണെന്ന് നോക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നതും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിളായ മറ്റൊരു ചോദ്യം, 12ാമത്തെ ചോദ്യം. ഗ്രൂഹ് മേം നാ മുനാസിബ് ലഫ്സ് കോൻസാ ഹേ. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 2-3 തവണ ആവർത്തിച്ചല്ലോ. ബില്ലി, ബത്തഹ്, ബക്കരി, ബന്ദർ. ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ വരികയാണെങ്കിൽ ഈ 4 എണ്ണത്തിൻ്റെ അർത്ഥം നോക്കുക. പൂച്ച, പിന്നെയോ താറാവ്, ആട്, അതുപോലെ ബന്ദർ, കുരങ്ങൻ. ഇവയിൽ ബില്ലി, ബക്കരി, ബന്ദർ ഈ 3 ജാൻവറുകളാണ്, അല്ലേ? ബില്ലി പൂച്ചയും ആടും കുരങ്ങനും, ഇവയെല്ലാം ഇവ 3 ജാൻവറാണ്. ബത്തഹ് ഒരു പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം. ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ കോൻസാ ഹെ. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? ഓപ്ഷൻ എ ഫുട്ബോൾ, ഓപ്ഷൻ ബി ഹാക്കി, ഓപ്ഷൻ സി ക്രിക്കറ്റ്, ഓപ്ഷൻ ഡി ടെന്നീസ്. ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ, ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കിയാണ്. ഓപ്ഷൻ ബി ഹോക്കി എന്നതാണ് ശരിയായ ഉത്തരം. അഗല സവാൽ. ഹസാറോ മേൽ സെ ആതി ഹെ ചൽക്കർ, पहाड़ों और चट्टानों से उछलकर है उसका साफ और शफाफ पानी, अजब उसकी है मौजों की रवानी. शायर यहाँ किसके बारे में बयान करते हैं? हज़ारों മൈൽ से आती है चलकर, ആയിരക്കണക്കിന് മൈലുകൾ താണ്ടിയിട്ടാണ് ഇത് വരുന്നത്. പഹാഡോം ഔർ ചട്ടാനോം ഉച്ചൽക്കർ, പർവ്വതങ്ങളും അതുപോലെ പാറകളുമെല്ലാം ചാടി കടന്നാണ് ഇത് വരുന്നത്. ഹെ ഉസ്ക സാഫ് ഔർ ഷഫാഫ് പാനി, വളരെ വൃത്തിയുള്ളതും വളരെ തെളിഞ്ഞതുമായ വെള്ളമാണ് അതിനിക്കുള്ളത്. അജബ് ഉസ്കി ഹെ മൗജോം കി റവാനി, അവയുടെ മൗജോം കി ഒഴുക്ക്, മൗജുകളുടെ തിരയുടെ ഒഴുക്ക് അജബാണ്. ഇതെന്തിനെ കുറിച്ചുള്ളത് എന്നതാണ് ചോദ്യം. പഹാഡ്, പാനി, നദി, ചട്ടാൻ. ഇവിടെ ഈ അർത്ഥം പറയുമ്പോൾ തന്നെ മനസ്സിലായി. സാഫ് ഷഫാഫ് പാനി, വളരെ തെളിഞ്ഞതും വൃത്തിയുള്ളതുമായ വെള്ളമാണ് അതിൻ്റെ വെള്ളം, അല്ലേ? അപ്പോൾ വെള്ളമല്ല എന്ന് ഉറപ്പായി. പഹാഡ്, പിന്നെ പഹാഡുകളൊക്കെ ചാടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പഹാഡും ചട്ടാനുമല്ലെന്ന് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ളത് നദി എന്നതാണ്. നദിയാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. 2015 USS പരീക്ഷയിലെ അവസാനത്തെ ചോദ്യം. കോൻസാ ബർത്തൻ സിഹത്ത് കെ ലിയെ അച്ഛാ ഹെ. സിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്. ആരോഗ്യത്തിന് ഏത് തരത്തിലുള്ള പാത്രമാണ് നല്ലത്? ഓപ്ഷൻ എ മിട്ടി, ഓപ്ഷൻ ബി സോന, ഓപ്ഷൻ സി ചാന്തി, ഓപ്ഷൻ ഡി സ്റ്റീൽ. ഡി സ്റ്റീൽ പാത്രം. ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളിപ്പാത്രം. സോന എന്ന് പറഞ്ഞാൽ സുവർണപാത്രം, സ്വർണ്ണപാത്രം.
മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പാത്രം, മൺപാത്രം. അപ്പോൾ ആരോഗ്യത്തിന് നല്ലത് സ്വർണവും വെള്ളിയും സ്റ്റീലും ഒന്നുമല്ല. ഏതാണ്? മിട്ടി കാ ബർത്തൻ സെഹത്ത് കെ ലിയെ അച്ഛാ ഹൈ. മണ്ണുകൊണ്ടുള്ള പാത്രമാണ്, മൺപാത്രമാണ് ആരോഗ്യത്തിന് നല്ലത്. USS പരീക്ഷയ്ക്കൊരുങ്ങുന്ന നിങ്ങൾക്കേവർക്കും മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഏറെ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 2016, 17, 18, 19, 20 വർഷങ്ങളിലെ USS ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് പരിചയപ്പെടാം. നന്നായി പഠിക്കുക, നന്നായി പരിശ്രമിക്കുക. ഏവർക്കും വിജയാശംസകൾ. ശുക്രിയ. ഖുദാ ഹഫീസ്.